നമസ്കാരം. VSD's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡിൻ്റെ 29ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവായ ചില ഓർഗനൈസേഷൻസിൻ്റെ അല്ലെങ്കിൽ സോൾ ട്രേഡർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെയൊക്കെ സവിശേഷതകളും അതുപോലെ തന്നെ അക്കൗണ്ടിങ് രീതികളുമൊക്കെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ ഈ പ്രോഫിറ്റ് അല്ലാതെ സർവീസ് മോട്ടീവായ ഓർഗനൈസേഷൻസും ഉണ്ട്. അത്തരം ഓർഗനൈസേഷനെ നമ്മൾ വിളിക്കുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്നാണ്. അത്തരം ഓർഗനൈസേഷൻസിൻ്റെ പ്രത്യേകതകളും അക്കൗണ്ടിങ് രീതികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇത്തരം ഓർഗനൈസേഷൻസ് ലാഭേച്ഛ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്തരം ഓർഗനൈസേഷൻസിനകത്ത് ഹോസ്പിറ്റൽസ് ഉണ്ടാവാം, ക്ലബ്ബുകൾ ഉൾപ്പെടാം, ലൈബ്രറീസ്, സ്കൂൾസ്, അതുപോലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം സർവീസ് മോട്ടോ ആയിട്ട് പ്രവർത്തിക്കുന്നവയാണ്. ഇതിൽ ഈ ക്ലബ്ബും സ്പോർട്സ് ക്ലബ്ബും ഒക്കെ റിക്രിയേഷണൽ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഹോസ്പിറ്റൽസ് മെഡിക്കൽ സർവീസായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സർവീസായിട്ട് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസും അതുപോലെ ആർട്സ് ആൻഡ് കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന ചില ക്ലബ്ബുകളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ ഓരോരോ കാറ്റഗറിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവയിൽ ഈ ചില മെമ്പേഴ്സ്, ചില ഓർഗനൈസേഷൻസ് മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്. അപ്പോൾ ഇവയുടെ എല്ലാം എന്തെങ്കിലും വരുമാനം വേണം എങ്കിലേ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിവിടെ വരുമാനം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവയുടെ വരുമാനം എന്ന് പറയുന്നത് മെമ്പേഴ്സിൽ നിന്നുള്ള സബ്സ്ക്രിപ്ഷനോ ഡൊണേഷനായിട്ട് കിട്ടുന്ന എമൗണ്ടോ ഏതെങ്കിലും സബ്സിഡീസോ ഒക്കെ ആയിരിക്കും. ചില ഓർഗനൈസേഷൻസ് അവരുടെ ഗോൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് സംരംഭങ്ങളും നടത്താറുണ്ട്. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മളെ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് പോലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എന്തായാലും ഉണ്ടാവും, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാറില്ല. എന്നാൽ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ വരുന്ന എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ക്യാഷിൻ്റെ അക്കൗണ്ടിങ് നടത്തണം എന്നുള്ളത് കൊണ്ട് പ്രോപ്പർ അക്കൗണ്ട്സിൻ്റെ മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ അതായത് കറണ്ടായിട്ടുള്ള ഇൻകമും എക്സ്പെൻസസും അല്ലെങ്കിൽ കറണ്ട് ഇൻകം എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ കഴിയുന്നതാണോ എന്ന് നോക്കാതെ ഒരു സ്ഥാപനത്തിനും പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഈ വരുമാനം അനുസരിച്ച് ചിലവ് കണക്കാക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചിലവാക്കാൻ കഴിയുള്ളൂ. ഇതറിയാതെ ഏത് ഓർഗനൈസേഷൻ പോയാലും ആ ഓർഗനൈസേഷൻ ഫെയിലിയറിലേക്ക് പോവും. അതുകൊണ്ട് ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ പൊസിഷൻ അറിയാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റായ ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുക. ഇതിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ക്യാഷ് ബുക്ക് പോലെയാണ്. അതായത് ക്യാഷിൻ്റെ വരവും ക്യാഷിൻ്റെ ചെലവും എഴുതാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് അറിയാനും മൂന്നാമത്തെ ബാലൻസ് ഷീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റുള്ള സ്ഥാപനങ്ങൾ പറയും പോലെ തന്നെ ഇതിനും അതായത് ഇങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതിന് സ്ഥായിയായ നിലനിൽപ്പുണ്ട്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഇതിലെ മെമ്പേഴ്സിൻ്റെ മരണമോ ഒഴിഞ്ഞുപോകലോ ഇൻസോൾവൻസിയോ ഒരു കാരണവശാലും ഈ ഓർഗനൈസേഷനെ ബാധിക്കില്ല. ഇതിലേതെങ്കിലും സംഭവിച്ചാലും ഓർഗനൈസേഷൻ തുടർന്ന് പോകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതിനകത്ത്
അക്കൗണ്ടിങ്ങിൻ്റെ ഫോമാറ്റിലേക്ക് വരുമ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആദ്യം പറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞു ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. സാധാരണ ക്യാഷ് ബുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ ക്യാഷ് ബുക്കിൽ നിന്ന് നോക്കി ക്യാഷ് റെസീപ്റ്റ്സും അതുപോലെ ക്യാഷ് പേയ്മെൻറ്റുമാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുന്നത്. അത് ഒരു വർഷത്തെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ബാങ്ക് കോളം അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻസും അതായത് ക്യാഷ് അറ്റ് ബാങ്കും ഇതിനകത്ത് എൻട്രി ചെയ്യും. സാധാരണ ഉദാഹരണത്തിന് ഏതെങ്കിലും ക്ലബ്ബ് പല ഡേറ്റുകളിൽ ആയിരിക്കും മെമ്പേഴ്സിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ആ പല ഡേറ്റുകളിൽ റിസീവ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ക്യാഷ് ബുക്കിലുണ്ടാവും. അതിനെ സമ്മറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടോട്ടൽ ചെയ്തിട്ട് ഒരു പീരീഡിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ വർഷാവസാനം ഈ പറയുന്ന റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലേക്ക് എൻട്രി ചെയ്യും. റെസീപ്റ്റ്സ് എല്ലാം റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്കിൽ വരാത്ത ഒരു ട്രാൻസാക്ഷനും ശരിക്കും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉണ്ടായില്ല. ക്യാഷ് ബുക്കിൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ്, അതായത് ഡേറ്റ് വൈസിലാണ് ട്രാൻസാക്ഷൻസ് എഴുതുന്നതെങ്കിൽ ഇവിടെ ഓരോന്നിൻ്റെയും സമ്മറൈസ്ഡ് ഫോം, അതായത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു വർഷം കിട്ടിയ മുഴുവൻ സബ്സ്ക്രിപ്ഷൻ്റെ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ഡൊണേഷൻ്റെ ടോട്ടൽ എമൗണ്ട്, ഇങ്ങനെ ഒരു വർഷം ചിലവാക്കിയ ഓരോ എക്സ്പെൻസിൻ്റെയും അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെയും എത്ര രൂപ, ഇതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉണ്ടാവുക. അതുപോലെ ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ക്യാഷെല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്ക് റിയൽ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തുന്നത്. കാരണം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് റിയൽ അക്കൗണ്ട് റൂൾ. അപ്പോൾ റെസീപ്റ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷിൻ്റെ റെസീപ്റ്റ് റിസീവ് ചെയ്യുന്നത് ഇവിടെ ഡെബിറ്റ് ചെയ്യുകയും ക്യാഷിൻ്റെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഇത് റിയൽ അക്കൗണ്ടിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു അക്കൗണ്ടാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെ ഈ അക്കൗണ്ട്, അതായത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ് കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് തീർച്ചയായിട്ടും അക്കൗണ്ടിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും എഴുതുക. കാരണം ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലാണ് ഫേവറബിൾ ആയിട്ടുള്ളത്. കാരണം റെസീപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡിൽ ഒരു ഓപ്പണിംഗ് ബാലൻസോട് കൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ക്ലോസിങ്ങിലേക്ക് വന്നാൽ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ പല ആവർത്തി പറഞ്ഞതുപോലെ വർഷാവസാനം ബാലൻസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ റെസീപ്റ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെസീപ്റ്റ് സൈഡും ഉണ്ട് പേയ്മെൻറ്റ് സൈഡും ഉണ്ട്. റെസീപ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡുമാണ്. സ്വാഭാവികമായിട്ടും ഡെബിറ്റ് സൈഡായ റെസീപ്റ്റ് സൈഡ് കൂടിയിരിക്കണം, പേയ്മെൻറ്റ് സൈഡ് കുറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ബാലൻസ് ആയ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ബാലൻസിങ് ഫിഗർ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, പക്ഷേ ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. അങ്ങനെ ഈ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും. ഈ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് അടുത്ത വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണുക. അതാണ് ഞാൻ ഓപ്പണിങ്ങിലും ഒരു ബാലൻസോട് കൂടിയാണ് തുടങ്ങുന്നത് എന്ന് പറയാൻ കാരണം. ഇനി അഥവാ നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ വരുമാനത്തെക്കാളും ചിലവ് കൂടിയാൽ ആ ചിലവിനുള്ള പൈസ എടുക്കുന്നത് ബാങ്കിൽ നിന്നായിരിക്കും. അപ്പോൾ ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഓർഗനൈസേഷൻസും ഉണ്ടാകുന്നത് കറണ്ട് അക്കൗണ്ടാണ്. ആ കറണ്ട് അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഫേവറബിൾ സാധാരണയും വരുന്നത് ഡെബിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കും. അങ്ങനെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും ക്രെഡിറ്റ് സൈഡ് എഴുതുക, അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗറിനെ വിളിക്കുന്ന പേര് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്.
ഇത് ഒരിക്കലും, അതായത് ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തട്ടിച്ച് നോക്കാൻ, അല്ലെങ്കിൽ ഇൻകമാണോ ഇൻകത്തിനനുസരിച്ച് എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്, അതായത് വരുമാനത്തിനനുസരിച്ച് ചിലവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് രണ്ടാമത്തെ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം ഞാൻ അവസാനം സൂചിപ്പിക്കാം. അപ്പോൾ ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് പർപ്പസാണോ സെർവ് ചെയ്യുന്നത്, അതേ പർപ്പസാണ് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും സെർവ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും പ്രോഫിറ്റ് കാണാനല്ല, അതേസമയം ഇൻകത്തെ വരുമാനം അനുസരിച്ച് എക്സ്പെൻഡിച്ചർ നടന്നോ, ആ എക്സ്പെൻഡിച്ചറിനേക്കാളും വരുമാനം കൂടി നിൽക്കുന്നുണ്ടോ എന്നറിയാൻ, നെറ്റ് റിസൾട്ട് അറിയാനാണ്, സർവീസാണ് മോട്ടോ എങ്കിലും ഈ ഓർഗനൈസേഷൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, വർഷ അവസാനം സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നറിയാൻ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ സൈഡും ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ എക്സ്പെൻഡിച്ചർ ഇൻകം എന്ന് പറയുന്നത് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിൽ വരും. അതുകൊണ്ടാണ് ഇൻകം ക്രെഡിറ്റ് ചെയ്യുന്നതും എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് ചെയ്യുന്നത്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ് എന്നാണ് നോമിനൽ അക്കൗണ്ട് റൂൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ക്രെഡിറ്റ് ചെയ്യും, എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യും. ഇങ്ങനെ ഇൻകം സൈഡ് കൂടിയിരിക്കുകയും എക്സ്പെൻഡിച്ചർ സൈഡ് കുറഞ്ഞിരിക്കുന്നതുമാണ് ഫേവറബിൾ. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഫിഗർ എഴുതുന്നത് എക്സ്പെൻഡിച്ചർ സൈഡിലായിരിക്കും അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും. അത് സർപ്ലസ് എന്നായിരിക്കും എഴുതുക, അല്ലെങ്കിൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്നാണ് സർപ്ലസിൻ്റെ വേറൊരു പേര്. നേരെ തിരിച്ചാണെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവാണെങ്കിൽ ആ പൊസിഷൻ ഡെഫിസിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം എന്നായിരിക്കും പറയും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. ഇതായിരിക്കും വർഷാവസാനം ഈ പറഞ്ഞ പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ വരുന്ന ബാലൻസിങ് ഫിഗർ. ഇനി സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ലോഡ് ആഡ് ചെയ്ത് കാണിക്കും. ഇവിടെ ക്യാപിറ്റലിന് പകരം ക്യാപിറ്റൽ ഫണ്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ തീർച്ചയായിട്ടും ക്യാപിറ്റൽ ഫണ്ട് ലയബിലിറ്റി സൈഡിൽ ഉണ്ടാവും. സർപ്ലസ് ആണെങ്കിൽ ഈ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഡെഫിസിറ്റ് ആണെങ്കിൽ, അതായത് അവിടെ ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കുന്നത് പോലെ ഇവിടെ ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് കുറച്ച് കാണിക്കണം, അല്ലെങ്കിൽ ലെസ് ചെയ്യണം. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു പിക്ചർ. ഇങ്ങനെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും രണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റിലേക്ക് പോകണം. ഇനി ആ ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ചില ഡിഫറൻസ് ഒന്നുകൂടെ പറഞ്ഞു പോകാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒരു ഓപ്പണിംഗ് ബാലൻസോട് കൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാകില്ല. സാധാരണ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ റവന്യൂ ഐറ്റമോ ക്യാപിറ്റൽ ഐറ്റമോ എന്ന് നോക്കാതെ ക്യാഷ് കൊടുത്താലും ക്യാഷ് വന്നാലും അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക്. അതിൽ നിന്നാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ റവന്യൂ ഐറ്റവും വരും, ക്യാപിറ്റൽ ഐറ്റവും വരും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ, റവന്യൂ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും റവന്യൂ ആയിട്ടുള്ള ഇൻകവും മാത്രമേ വരുള്ളൂ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
അത് റവന്യൂ ഐറ്റമാണ്. ഒരു ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ക്യാപിറ്റൽ ഐറ്റമാണ്. ക്യാപിറ്റൽ ഐറ്റംസ് നമുക്ക് ബാലൻസ് ഷീറ്റിലായി എടുക്കാം. ഇനി ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസിലേക്ക് വരികയാണെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ ഓവർ ഡ്രാഫ്റ്റോ ആണെന്ന് പറയും. അതല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഒരെണ്ണം റിയൽ അക്കൗണ്ടിൻ്റെ ഫോമാറ്റിൽ അല്ലെങ്കിൽ പരിധിയിൽ വരുന്നതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ പരിധിയിലും വരുന്നതാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഈ അക്കൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ഫിഗർ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും പോലെ തന്നെയാണ് അസറ്റ്സും ലയബിലിറ്റീസും രണ്ട് കോളം. അസറ്റ്സ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസും. വ്യത്യാസം ക്യാഷ് ഇൻ ഹാൻഡ് ആയ, അതായത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിഗർ ആയ ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് സൈഡിൽ എഴുതും. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിന് പകരം ക്യാപിറ്റൽ ഫണ്ടാണ്. അതിനോടുകൂടിയാണ് സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റലിന് പകരം ക്യാപിറ്റൽ ഫണ്ട്, അസറ്റ്സിന് ഒരു വ്യത്യാസവുമില്ല. ഫർണിച്ചർ, ബിൽഡിംഗ് ഉൾപ്പെടെ, മോട്ടോർ കാർ ഉൾപ്പെടെയുള്ള അസറ്റ്സ് എല്ലാം അസറ്റ് സൈഡിലും ഉണ്ടാകും. ഇനി ഓവർ ഡ്രാഫ്റ്റ് ആണ് നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിക്കുന്നതെങ്കിൽ ആ ഓവർ ഡ്രാഫ്റ്റും ലയബിലിറ്റി സൈഡിലായിരിക്കും എഴുതുക. അപ്പോൾ ഇങ്ങനെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എല്ലാം ഉണ്ടാവും. അവിടെ എല്ലാം ഈ പറയുന്ന പോലെ അക്കൗണ്ട്സ് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെ എന്നാണ് ഞാൻ ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിച്ചത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഒരു വീഡിയോ ഉണ്ടാകും. താങ്ക് യു.